വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രസ്താവനയാണ്. വിവരങ്ങളുമായി ഗൗതമനന്ദ നാരായണൻ ചേരുന്നു. ഗൗതം, ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയെ കാതോർക്കുന്നു രാജ്യം, ലോകം തന്നെ കാത്തിരിക്കുകയാണ്. ഇന്ന് 8 മണിക്ക് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ അഭിസംബോധനയാണ്. മറ്റ് വിവരങ്ങൾ? ദേവിക, ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. വൈകിട്ട് 8 മണിക്ക്, രാത്രി 8 മണിക്ക് അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ ആരംഭിക്കുന്നത് മെയ് മാസം 7-ാം തീയതി പുലർച്ചെയാണ്. മെയ് 7-ാം തീയതി പുലർച്ചെ 1:05 പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഭാരതത്തിന്റെ പ്രത്യാക്രമണം നടക്കുന്നു. അതിനുശേഷം പിന്നീട് പാകിസ്ഥാൻ ഇങ്ങോട്ട് സൃഷ്ടിക്കുന്ന വലിയ പ്രകോപനങ്ങൾ, അതിന് മറുപടിയായി പാകിസ്ഥാന്റെ 8 എയർബേസുകൾക്ക് നേരെ ഭാരതത്തിന്റെ പ്രത്യാക്രമണം, അങ്ങനെ ഏതാണ്ടൊരു 4 ദിവസം ഒരു യുദ്ധസമാനമായ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങിയ അന്തരീക്ഷം നിലനിന്നിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. തീർച്ചയായും ഈ 4 ദിവസക്കാലം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, അതോടൊപ്പം തന്നെ ഭീകരവാദികൾക്ക് ഏത് രീതിയിലുള്ള തിരിച്ചടി നൽകി, ഇക്കാര്യങ്ങളെല്ലാം സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയാണ് ഇതിനെ നേതൃത്വം നൽകിയത് എന്നതിനാൽ അദ്ദേഹം എന്ത് പറയാൻ പോകുന്നു, പാകിസ്ഥാൻ വളർത്തുന്ന ഭീകര ശക്തികൾക്കും അദ്ദേഹം എന്താണ് ഇന്ന് നൽകാൻ പോകുന്ന മുന്നറിയിപ്പ് എന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. എന്തായാലും രാത്രി 8 മണിക്ക് അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന വലിയൊരു നീക്കം തന്നെ ആകും അത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്ന് ഈ ഭീകരാക്രമണം ഉണ്ടായി കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഈ ഭീകരവാദികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം ബീഹാറിൽ സംസാരിച്ചിരുന്നു. അന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഭീകരവാദികളെ മണ്ണിനോട് ചേർക്കുമെന്നും അതുപോലെ തന്നെ ശത്രു പ്രതീക്ഷിക്കാത്തതിലും വലിയ തിരിച്ചടി നൽകുമെന്നും ഒക്കെ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞതാണ്. അതിനാൽ തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ, ഈ തിരിച്ചടിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന എങ്ങനെയാകുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാത്രി 8 മണിക്ക് അദ്ദേഹം സംസാരിക്കും.